ആശങ്കയോടെ വിളിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഒരു ടെലിഫോൺ കൂടി നമുക്കൊപ്പം ചേരുന്നു. വിളിക്കുന്ന ആളുടെ പേരെന്താണ്? ഷെമീന. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മുട്ടിൽ. യെസ്. ആരാണ് അവിടെ ഈ അപകട സ്ഥലത്ത് പെട്ടുപോയത്? ആരാണ് അവിടെ? ഉമ്മ ഉണ്ട്, പിന്നെ ഭർത്താവിന്റെ അനിയത്തിയും ഭർത്താവുണ്ട്, പിന്നെ വേറെ ഏട്ടത്തിയും ഭർത്താവുണ്ട്, മക്കളുണ്ട്. ചൂരൽമലയിലാണോ മുണ്ടക്കയാണോ? ചൂരൽമലയിലാണ്. എപ്പോഴാണ് അവരുമായിട്ട് അവസാനം ഫോണിൽ ബന്ധപ്പെട്ടെ? ഇന്നലെ രാത്രി മിനിഞ്ഞാന്ന് രാത്രി ഉമ്മാനെ വിളിച്ചിരുന്നു. ശരി. ഇപ്പൊ രാവിലെ ഈ അപകടം അറിഞ്ഞിട്ട് വിളിക്കുമ്പോ കിട്ടുന്നില്ല അല്ലെ? ഇല്ല, കിട്ടുന്നില്ല. പേരെന്താണ് അവരുടെ? ഉമ്മാന്റെ പേര് പിന്നെ എന്താണ്, സായുമ്മ. ഓക്കെ, സായുമ്മ. പിന്നെ ഒരു അളിയന്റെ പേര് സിദ്ദീഖ്, ഒരളിയന്റെ പേര് അബൂബക്കർ. ശരി. വീട്ടിൽ എന്തായാലും ഈ പേരുകൾ ഞങ്ങൾ കൈമാറുകയാണ്. സായുമ്മ ചൂരൽമലയിലാണ്, ആ പ്രദേശത്താണ് അവർ നിൽക്കുന്നത്. ഒരുപക്ഷെ അവർ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ സുരക്ഷിതമായി തന്നെ ഉണ്ടാകും. നമുക്ക് അവരുടെ കണക്കുകൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. ധൈര്യമായിരിക്കും, അവർ സുരക്ഷിതരായിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം. ആശങ്കയുള്ളവരെ വിളിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഈ ആശങ്ക അതേപടി ആ പേര് വിവരങ്ങൾ അധികൃതർക്കും കൈമാറുകയാണ്. വയനാടിനെ വീണ്ടും ഒരു വലിയ ദുരന്തത്തിലേക്ക് കൊണ്ടുപോയത് വയനാടിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാണ്. നേരത്തെ പുതുമലയിലും ഒരു ദുരന്തമുണ്ടായപ്പോൾ സമാനമായ ദുരന്തം വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് മരണസംഖ്യ ഇത്രയധികം ഏറുന്നത്? 44 മരണസംഖ്യ ഇപ്പോഴത്തെ കണക്ക്. ഇനിയും അത് ഏറിയേക്കാം. എന്തുകൊണ്ട് വീണ്ടും ഒരു ദുരന്തം വയനാട്ടിൽ ആവർത്തിക്കപ്പെടുന്നു? എന്താണ് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത? രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട്. രഞ്ജിത്ത്, വയനാട് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ പല മുന്നറിയിപ്പുകളുമുണ്ട്. നമുക്ക് അതിൻ്റെ വിവാദങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. പക്ഷേ അതിനും അപ്പുറം എങ്ങനെ ഈ ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിൻ്റെ സ്ഥലവും അതിൻ്റെ പ്രത്യേകതകളും നമുക്ക് എങ്ങനെ വിവരിക്കാം രഞ്ജിത്ത്? സജിത്ത്, ഈ 2 പ്രദേശങ്ങളിലായി 3 ഉരുൾപൊട്ടലുകളാണ് രാവിലെ മുതൽ ഉണ്ടായത് എന്നത് ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വയനാട് ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു പ്രദേശം. അല്പം ഇത് നമുക്കറിയാം, അതീവ ദുർബലവും വൾണറബിളുമായുള്ള ഒരു സ്ഥലമാണ് വയനാടിന്റെ ഭൂപ്രകൃതി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ മുണ്ടക്കയിലും ചൂരൽമലയിലുമായി, ചൂരൽമല എന്ന് പറയുന്നത് ഈ താഴെ ഈ പ്രദേശത്ത് വരുന്ന ഒരു സ്ഥലമാണ്. ഇതൊരു ചെറിയൊരു സിറ്റിയാണ്. അതിനടുത്താണ് നമ്മൾ ഈ പറഞ്ഞ സ്കൂൾ അടക്കം ഉള്ളത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ സ്കൂള് ഇവിടെ ഉണ്ടായിരുന്ന GVHS സ്കൂള് പൂർണ്ണമായും തകർന്നു. തുടക്കത്തിൽ രാത്രി 1 മണിക്ക് ഈ മുണ്ടക്കയിലാണ് ആദ്യത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ ഉരുൾപൊട്ടൽ കേട്ട് വലിയ ശബ്ദത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും അവിടെ നിന്ന് ജനം താഴേക്ക് വളരെ വേഗത്തിൽ ഇറങ്ങി ഓടുകയും ചെയ്യുന്ന സമയത്താണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഈ ചൂരൽമല ഭാഗത്ത് സംഭവിക്കുന്നത്. അങ്ങനെ മുണ്ടക്കയിലും ചൂരൽമലയിലുമായി 2 ഉരുൾപൊട്ടലുകൾ വളരെ വേഗത്തിൽ 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടാവുകയും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുകയുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെയും സമാനമായ നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് വയനാട്. നമുക്കറിയാം, നേരത്തെ സൈത്ത് പറഞ്ഞ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ ഇതിൻ്റെ ഒരു വ്യാപ്തി കൂടുന്നത് ഈ മുണ്ടക്കൈ എന്ന പ്രദേശം ചൂരൽമല, അതായത് പുറം ലോകത്ത് നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും ഇതിനിടയ്ക്ക് എത്താനുള്ള ഒരു പാലം കുത്തൊഴുകുന്ന നദിയാണ്. ഈ നദിയുടെ നീളം എന്ന് പറഞ്ഞാൽ, വീതി എന്ന് പറഞ്ഞാൽ വളരെ 10-15 മീറ്റർ മാത്രം വീതി ഉണ്ടായിരുന്ന നദി ഇപ്പോൾ 30-40 മീറ്ററായി. അത്രത്തോളം വീതി കൂടി. കാരണം അത്രത്തോളം വെള്ളം കുത്തൊഴുകുന്ന ഒരു സ്ഥലമായി മാറുന്നു. അവിടെ ഉണ്ടായിരുന്ന പുറം ലോകവുമായി ഈ മുണ്ടക്കൈയെ ബന്ധിപ്പിച്ചിരുന്ന ഏക പാലം അത് പൂർണ്ണമായും തകർന്നു പോകുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഈ പാലം കൂടി തകർന്നു പോയപ്പോഴേക്കും ഇവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഇത് പ്രധാനമായും ഈ ഹാരിസൺ പ്ലാന്റേഷൻ പോലെയുള്ള പ്ലാന്റേഷനുകൾ നിരവധിയായി ഏക്കർ കണക്കിന്, ആയിരക്കണക്കിന്, 50,000 ഒക്കെ ഏക്കറോളം ഈ പ്ലാന്റേഷൻസ് നിൽക്കുന്ന, തേയില തോട്ടങ്ങളൊക്കെ നിൽക്കുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ്. അവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്. പ്രത്യേകിച്ചും ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ മുണ്ടക്കൈ എന്നുകൂടി മനസ്സിലാക്കണം. വിദേശികളടക്കമുള്ള നിരവധി ടൂറിസ്റ്റുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഇവരൊക്കെ ഈ പലവിധ റിസോർട്ടുകളിൽ വന്ന് അവിടെ അവധി ആഘോഷിക്കാനും മറ്റും വന്നതാണ്. പക്ഷേ ഇന്നലെ മഴ ശക്തമായി പെയ്തപ്പോൾ ഈ ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കാനും, ഈ റെഡ് അലേർട്ട് ഒക്കെ ആയപ്പോഴേക്കും അടയ്ക്കാനും, ടൂറിസ്റ്റുകളെ പുറത്തേക്ക് അവരെ തിരിച്ചുവിടാനും ഒക്കെയുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിരുന്നെങ്കിലും ചില മേഖലകളിൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ
പലപ്പോഴും തങ്ങി നിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒറ്റപ്പെട്ടുപോയ ഈ സ്ഥലങ്ങളിൽ പലയിടത്തും ടൂറിസ്റ്റുകളുടെ വലിയ ഒരു കൂട്ടം കൂടിയുണ്ട്. കാരണം വയനാട് നമുക്കറിയാം ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് നമ്മുടെ കേരളത്തിലേത്. ഇവിടെ സംഭവിച്ച കാര്യം, ഈ പ്ലാന്റേഷനുകളിലുള്ള ലയങ്ങളിലൊക്കെയുള്ള തൊഴിലാളികൾ ഈ വലിയ തോതിൽ, നേരത്തെ നമ്മളോട് രാവിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ മാനേജർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സ്ഥലമല്ല. പുതുമലയിൽ നിന്ന് 4 കിലോമീറ്റർ ഇപ്പുറത്താണ് ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അത് നമുക്ക് അങ്ങനെ ഭൂമിശാസ്ത്രപരമായി പറഞ്ഞാൽ അല്പം കുറച്ചുകൂടി ഒരു ചെരിഞ്ഞ ചെങ്കുത്തായ ഒരു സ്ഥലം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. വയനാടിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. അപ്പോൾ അവിടെ താരതമ്യേന സുരക്ഷിതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മുണ്ടക്കൈ. പക്ഷെ അവിടെയാണ് ഈ അതിശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഈ പശ്ചിമഘട്ടത്തിലെ അതീവ ദുർബലാവസ്ഥയെ നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി കാണിച്ചു തരുന്ന ഒരു സംഗതി കൂടി ആവുകയാണ്. പലപ്പോഴും നമ്മുടെ പാരിസ്ഥിതിക ശാസ്ത്രജ്ഞരൊക്കെ ദുരന്ത നിവാരണ വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഏത് സമയത്ത് എന്തും സംഭവിക്കാം. നമ്മൾ ദുരന്തങ്ങളൊക്കെ നേരത്തെ വന്നപ്പോൾ അവർ നമ്മളോട് പറഞ്ഞതാണ്, നമ്മുടെ ഭൂപ്രകൃതി അനുസരിച്ച് വയനാട് പോലെയുള്ള ഈ ചെങ്കുത്തായ പ്രദേശങ്ങൾ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഇത്തരം ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാം. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇവിടെ സംഭവിച്ചത്, ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നു, ഈ ആളുകൾ ഇറങ്ങി ഓടുന്നു, പലരും ഈ തോട്ടങ്ങളിലൊക്കെ അല്പം കൂടി ഉയർന്ന മേഖലകളിൽ പലരും ഇത്തരത്തിലുള്ള അഭയം തേടുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ഇവരൊക്കെ ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും അത്യന്തം ദയനീയമായ കാര്യം. എത്ര വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ടെന്നോ, എത്ര ആളുകൾ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ടെന്നോ, എത്ര ആളുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ പെട്ട്, നമ്മളോടൊപ്പം വിളിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്, ഈ പറഞ്ഞ ഫോൺ കണക്ഷനുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കാൻ സാധിക്കുന്നത്. അതറിയാൻ വയ്യാത്ത പശ്ചാത്തലമാണ്. മറ്റൊരു ചിത്രത്തിലേക്ക് പോകാൻ, ഇതൊരു സ്കൂളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GVHSS വെള്ളാരമല, ഇത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ചൂരമലയോട് ചേർന്നുള്ള ഒരു സ്കൂളാണ് സജിത്ത്. നേരത്തെ ഈ സ്കൂളിന്റെ അവസ്ഥ ഇതായിരുന്നു. ഈ സ്കൂള് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ്, കഴിഞ്ഞ 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഈ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നു. ഈ സ്കൂള് ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. ഇതിന്റെ 2ാം നില വരെയാണ് ഇപ്പോൾ മണ്ണും ചെളിയും മറ്റും അടിച്ചു കയറി ഈ സ്കൂൾ ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നത്. ഇത് മുണ്ടക്കൈ ചൂരൽമലയോട് ചേർന്ന ഭാഗത്താണ് ഇവിടെ എന്നുള്ളതാണ്. ഇത്തരത്തിൽ വളരെ അതീവ ഗൗരവതരമായ സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോകുന്നത്. ഈ പാലം ഇവിടെ ഈ ചൂരൽമലയിൽ നിന്ന് ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് പുറത്തേക്ക് വരാനുള്ള പാലം അത് നിർമ്മിക്കാനുള്ള ശ്രമം അത് താൽക്കാലികമായെങ്കിലും ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞതുപോലെ ഇവരിലേക്ക് എത്താൻ സാധിക്കുക. താൽക്കാലിക പാലം നിർമ്മിക്കുന്ന അസാധ്യമാണെന്ന് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഈ പുഴയുടെ വീതി ഒരുപാട് വർദ്ധിച്ചു കഴിഞ്ഞു. സൈന്യം എത്തി അവരുടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് ഇനി ഇവിടേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യാൻ സാധിക്കുന്നത്. വടം കെട്ടി ഈ ആളുകളെ അപ്പുറത്ത് നിന്ന് ആക്കരയിൽ നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ പോലും അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരുന്നു. മറ്റൊന്ന് എയർലിഫ്റ്റിംഗ് ആണ്. എയർലിഫ്റ്റിംഗിന്റെ പ്രധാന പ്രശ്നവും വയനാട്ടിലെ കാലാവസ്ഥ തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. ഇറങ്ങാൻ ആകെ ഉണ്ടായിരുന്നത് ഈ സ്കൂളിനോട് ചേർന്നുള്ള വിശാലമായ മൈതാനമായിരുന്നു. അവിടെ മൊത്തം ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന, പൂർണ്ണമായും വെള്ളത്തിലാണ് ഈ പ്രദേശം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് അസാധ്യമായ സംഗതിയായി മാറുന്നു. അങ്ങനെ ഇവിടെയും ഇറങ്ങാത്തത് കൊണ്ട് തൽക്കാലം കോഴിക്കോട്ടേക്ക് ഹെലികോപ്റ്ററുകൾ തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ഭൂമിശാസ്ത്രപരമായ നിരവധി പ്രത്യേകതകളുള്ള ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായാൽ മനുഷ്യ സാധ്യമല്ല പലപ്പോഴും ഉടൻ തന്നെ ഇവർ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. മറ്റ് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദയനീയാവസ്ഥ. ഇപ്പോൾ അതിനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൈത്ത്.